ഹായ്, ഇന്ന് ഞാനും റുക്സാനയും കൂടെ എനിക്ക് ലേസർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പി സെൻറ്ററിൽ പോവാണ്. അപ്പം നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഈവനിങ് ആയിരുന്നു. ശരിക്കും 2-3 ദിവസമായിട്ടോ അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചിട്ട്. പക്ഷേ ഞാനിങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്ത് അവസാനം അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം എൻ്റെ ഒരു 19th സെക്ഷനാണ്. അവർ 10 സെഷൻ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഹെയർ ഗ്രോത്ത് കുറയാത്തത് കൊണ്ടും എനിക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും ഇത്രയും സെഷൻസ് ആയി. ഇതെൻ്റെ മാസ്റ്ററാണ്. മാസ്റ്റർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. നല്ല നമുക്ക് ലാംഗ്വേജും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് പോകുന്നൊരു മാസ്റ്ററാണ്. ഇവർ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ജെൽ അപ്ലൈ ചെയ്യും മുഖത്ത്. എന്തിനാ വെച്ചാൽ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജെൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേദനയോ കാര്യങ്ങളോ ഒന്നും ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. എന്ന് വെച്ച് ലേസർ ഒരു പെയിൻലെസ് സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ലേസർ അത്യാവശ്യം പെയിൻഫുൾ ആണ്. നമുക്ക് ഫേസിൽ ഭയങ്കരമായിട്ടൊരു ഇച്ചിങ് സെൻസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഏകദേശം ഒരു 10-15 സെഷന് ശേഷം ഈ ഒരു പാന്തനോൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യും. അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അത് അപ്ലൈ ചെയ്യുന്നത്. നല്ലതാണ്, നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് ഫേസിൽ കിട്ടും. അത് കഴിഞ്ഞ് റുക്സാന അവിടുന്ന് കോഫിയൊക്കെ കുടിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ലേസർ ചെയ്യുന്ന മാസ്റ്റർ. പിന്നെ കസാക്കിയാണ്. മുന്നേ എനിക്കൊരു റഷ്യൻ മാസ്റ്റർ അതിനുള്ളത്. കുറച്ചുകൂടെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. ഇത് അത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പോഴത്തേക്ക് റുക്സാന അവിടെ നിന്ന് കോഫിയെല്ലാം കുടിച്ച് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടാന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ ഫേസൊക്കെ നോക്കി. ചെറിയ മാർക്സും കാര്യങ്ങളുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇറ്റ്സ് വർത്ത് വെയിറ്റിംഗ്. കാരണം ഒരു 2 days 3 days മാക്സിമം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മോളുടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും എന്നിങ്ങനെ കുറേ നേരം ആലോചിക്കുന്നത്. അപ്പോൾ ഓർമ്മ വന്നത് എനിക്ക് ഒരു ആംഗ്ലറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. അവിടെ ഒരു ജ്വല്ലറി അല്ല, ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും കൂടെ ആ ഷോപ്പിലേക്ക് ഇടിച്ച് കയറി 2 ആംഗ്ലറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ അത് കാൽമേൽ ഇട്ട് നോക്കിയൊരു പ്രത്യേകിച്ച് ബർക്കത്തൊന്നുമില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ ഷൂട്ടപ്പ് ചെയ്തിട്ട് ഒരു ഡ്രസ് ഷോപ്പിൽ കയറി. അവിടുത്തെ ഡ്രസ്സിനാണെങ്കിൽ ഭയങ്കര റേറ്റും. പിന്നെ നമ്മൾ ട്രാവൽസിലൊക്കെ പോയി. അവിടെ ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ വീട്ടിൽ പോയി. ഓക്കെ, ബൈ.